എത്തുന്നാണല്ലോ. നിങ്ങൾ ആരും പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും. അതിനിപ്പോ ആരാ നക്കിയത്? എന്റെ ഈ ശരീരത്തിൽ ഒരിഞ്ച് സ്ഥലം പോലും നക്കാനായിട്ട്. ഇവിടെ മരുന്നിന് പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസ് 2 കിട്ടിയത്. ഇതെങ്ങനെ ശരിയാവും? ദേ കെട്ടിയ കാര്യത്തെ പറ്റി പറയരുതിട്ടാ. അതെന്താ ബോസേ? അതോ അതൊരു കഥയാ മക്കളെ. വരാത്തെന്താണ്? വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. മോശം. ഹലോ, അയ്യോ, പാലെടുക്കാൻ മറന്നുപോയേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. തുടക്കം തന്നെ പാളിയല്ല. പാല് മുല്ലപ്പോയി നോക്കിയ സമയം എങ്ങനെ അറിയാനാ? 5 മിനിറ്റ് കഴിഞ്ഞേ. ഡ്രസ്സൊക്കെ മാറി എന്നെക്കാളും എടുക്കണല്ലേ. ഇതെന്താ ഇവിടെ നാണം കൊണ്ട് റൂം മാറി പോവാ. വന്നേ, കിടക്കവിടെ. എന്തിനാണ് കരയണത്? ഇതാണ് ഫസ്റ്റ് നൈറ്റ്. കരച്ചിനെടുത്തിട്ട് ആപ്പിളൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. അതെ ഇതെന്താണ് സിനിമയിലെ പോലെ ശല്യം ചെയ്യാൻ വന്നേക്കണം. വാ. എന്ത് പറ്റി മോളെ? സത്യമായിട്ടും ഇന്ദു ആന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഇന്ദു അല്ലാന്ന്. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം ഞാൻ വാ പൊത്തിയത്, പിന്നെ വിട്ടായിരുന്നു. ഞാൻ ചേട്ടന് കൊടുക്കാനുള്ള പാലെടുക്കാൻ വേണ്ടി പോയതാ. ഒരു 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ ഞാൻ പോയിട്ട്. വേറെ 5 മിനിറ്റ് എന്നാലും എന്റെ അളിയാ ഇത്ര ആക്രമണം വേണ്ടായിരുന്നു. ബോസേ, എന്നാലും 2 ഭാര്യമാരുള്ള ഒരു രസമല്ലേ? എന്ത് രസം? ഒരു രസവും ഇല്ല. രണ്ടിന്റെ മോന്ത ഒരുപോലെ ഇരിക്കണത്. അയ്യോ, ദേവന്നാ മരം കൊത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് ചോദിച്ചു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്റെ അളിയൻ ഹരിയേട്ടന് ഇപ്പൊ തോന്നിയ സംശയം ഉണ്ടല്ലോ, ആ സംശയം വെച്ചെടുത്താ അടിക്കില്ല. പ്രതീക്ഷയോടുകൂടി എടുക്കേണ്ട ഒരു സാധനമാണ് ലോട്ടറി. എങ്കിൽ പ്രതീക്ഷയോടെ ഒന്ന് എടുത്തേക്കാം. ഇതാ ദേവന്റെ ലോട്ടറി കട. ദേവാ, നിന്റെ ഫ്രണ്ടിനോട് ഇറക്കിയിട്ടുണ്ടാ. ആരോ ഗോപിയേട്ടാ? ഞാനാ, കല്യാണി. ഇവിടെ അടുത്ത് നമ്മുടെ ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ കാണാൻ വന്നതാ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. വെറുതെ അന്വേഷിച്ചപ്പോ ഇവിടെ അടുത്ത ദേവന്റെ ഷോപ്പെന്ന് അറിഞ്ഞു. പിന്നെ ഒരു കോഫിയുടെ കടം ബാക്കിയുണ്ടല്ലോ, അതങ്ങ് വീട്ടിലേക്കാന്ന് വെച്ചു. എങ്കില് നമുക്ക് അബുക്കാന്റെ കടയിൽ നിന്നായാലോ? ആയിക്കോട്ടെ.
കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. വാപ്പാ, ഓ എന്നതാടാ? ഞാൻ ചന്തയിൽ പോവാ. ഓ അബൂക്ക, ആ മോനോ? ഒരു ഗസ്റ്റ് ഉണ്ട്. കണ്ട് കേറിയിരിക്കേ. കല്യാണി സൂക്ഷിച്ചേ. അബൂക്ക, സ്ഥിരമായിട്ട് വേണ്ട കേട്ടോ, 2 കോഫി. ശരി മോനെ. ഇവിടെയുള്ളവരെല്ലാം ദേവന്റെ കൂട്ടുകാരാ. ലോകം മുഴുവൻ നമ്മുടെ കൂട്ടുകാരല്ലേ കല്യാണി? കണ്ണ് കാണാൻ വയ്യാത്ത ആളെ ആരെങ്കിലും ഉപദ്രവിച്ചതായി അറിയോ? ഉണ്ടല്ലോ. അതാരെ? എന്നെ മോളിൽ വെച്ച് ഒരാൾ ഇടിച്ചിട്ടുണ്ടല്ലോ. ആ ദേവ, നിന്റെ പെങ്ങളുകുട്ടിയാ? അല്ലേക്ക, എന്റെ ഫ്രണ്ടാ. ഈ മോക്ക് കണ്ണ് കാണാഞ്ഞപ്പോ ഞമ്മളോർത്ത് നിന്റെ ആ പെങ്ങളുകുട്ടിയായിരിക്കുന്നു. ദേവന്റെ സിസ്റ്ററും ഇങ്ങനെയാണോ? 2 പെങ്ങന്മാരുണ്ട്. അതിലൊരാള് നമ്മുടെ ടീമാ. ഏറ്റവും ഇളയവളെ ദൈവം തുണച്ചു. ഒരു സർജറി നടത്താനുണ്ട്. ചിലപ്പോ അവൾക്ക് ലോകം കാണാൻ ഭാഗ്യമുണ്ടാവും. പൊളിയാണല്ലോ. എന്റെ പൊന്നെണ്ണ നമ്മുടെ ഡാൻസ് തെറ്റിക്കലാണ. ഇതാണ് ഡാൻസ്. നിനക്കൊക്കെ വല്ല സർക്കസിലും പോയിക്കൂടാ. മനുഷ്യന് എൻജോയ് വന്നപ്പോഴേക്കും വെറുതെ ഗിറ്റാർ അടിച്ചോളാം നിനക്ക്. എന്തിയാടാ നിർത്തിയ എന്തിയെ? ബോസേ, പുതിയ സ്പ്രേ ഒക്കെ അടിച്ചാ? നല്ല മണം വരുന്നുണ്ടല്ലോ. നന്നായിട്ട് ഇളകിങ്ങോട്ട് കളിക്കുക. അവിടെ ചെന്ന് പൊളിക്കാനുള്ളതാ. കളിയടാ. പറഞ്ഞ പോലെ നല്ല മണമുണ്ടല്ലോ. നിങ്ങൾ ഡാൻസ് പൊളിക്ക്, ഞാൻ ഡ്രംസ് പൊളിക്കാം. ബംഗാളിയുടെ ഗുളിക വലിച്ചിട്ടാ. ആണാ? ഈശ്വരാ, ഇനി ശുദ്ധമായി ശ്വസിക്കാലോ. എടാ, ഇതിനുള്ള ചെലവേ ഞങ്ങളുടെ വകയുണ്ട് ഇട്ടാ. ശരിടാ. താങ്ക് യുടാ. മണി, എടാ മണി, എഴുന്നേക്കണം. അയ്യോ, അറിയില്ല അറിയില്ല. നിനക്കത്തെ ഭ്രാന്തട്ടോ. ഉറങ്ങിക്കിടക്കണവനെ ഇറങ്ങിയോല്ല നോക്കണ. എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കണു. നിനക്കെന്താ വെള്ളം വേണോ? അല്ലടാ, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ, ഞാനാണ് മരുന്ന് കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. കണ്ണടച്ച അവളാടാ മനസ്സിൽ. ദൈവമേ, കണ്ണു കാണാത്ത നിന്റെ മനസ്സിൽ അവളുടെ ഏത് മുഖോടെ ഉള്ളത്? കല്യാണിയെ കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. അവള് ഫോൺ എടുക്കുന്നില്ലടാ. ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയിരിക്കും. നമുക്ക് അവിടെ ഇരുന്ന് പോയാലോ മണി? എവിടെ? കല്യാണ്ട് വീട്ടിലോട്ടാ? ആ. നിനക്കത്തെ പ്രാന്തായ? എന്റെ ദേവ, എനിക്ക് വയ്യ ഈ പാതിരാത്രിക്ക് എന്നിട്ട് അവളുടെ ഇടിയൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ. നീ കണ്ടതല്ലേ കല്യാണം മുടങ്ങി അന്നത്തെ അയാളുടെ പെർഫോമൻസ്. ഇനി ഈ സമയത്ത് അവിടെ ചെന്ന് കയറിയാലും നിനക്ക് അവളെയും കാണാൻ പറ്റില്ല, അവക്ക് നിന്നെയും കാണാൻ പറ്റില്ല. പിന്നെ എന്തിനാ? പറ്റും, എനിക്ക് കാണാൻ പറ്റും. നീ എൻ്റെ കൂടെ ഇപ്പോൾ വരണം മണി. എന്തായാലും ഒറ്റ കയ്യിലുള്ള ഞാനില്ല. ഞാൻ ആ മാമൂട്ടിനെ ഒന്ന് വിളിക്കാം. എടാ മാമൂട്ടി, നീ ആ ബോസിനെ കൂടി എത്രയും പെട്ടെന്ന് നിങ്ങൾ വാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വാ. എന്തൊക്കെയാവോ എന്തോ.
നമുക്ക് കയറി നോക്കിയാലോ? ഞാൻ ആദ്യം പുതിയൊരു ഡ്രൈവറെ വെക്കട്ടെ, എന്നിട്ട് കയറി നോക്ക്. ചേട്ടാ പൊട്ടാ, നമ്മൾ കക്കാനല്ല വന്നേക്കണത്. വെറുതെ അല്ല ബോസ് ഉറക്കാത്ത കള്ളം കയറെന്ന് പറയണത് ഇവനായിരിക്കും. കാണണില്ലല്ലോ. ദേവാ, പണി തുടങ്ങടാ. ദേവാ, കല്യാണിന്റെ മുറിയിലാന്ന് തോന്നുന്നു. ഒരു ലൈറ്റ് കളിച്ചിട്ടുണ്ട്. ദേവാ, ദേ കല്യാണി ജനലിന്റെ അടുത്ത്. ഇതാടാ ശരിക്കും പ്രണയം. ഹലോ, എന്താ ഇവിടെ? വണ്ടിക്കൊരു മിസ്സിങ്, ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. സ്റ്റാർട്ട് ചെയ്ത് മടുത്തപ്പോ ഇറങ്ങി നിന്നാ. എന്താ പ്രോഗ്രാം കഴിഞ്ഞ് വരുവാണോ? അതെ. സ്റ്റാർട്ടിംഗ് ടബിൾ ആണല്ലോ, ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചെല്ല് ചെല്ല്. അയ്യോ, ഞങ്ങളെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പോയച്ചതാ. ഈ നേരത്തോ? അല്ല, വന്നവിടെ ഒരു സിനിമ കണ്ടായിരുന്നു. ദേവ, കല്യാണിയുടെ ആങ്ങളെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടി കയറാം. നല്ല പടവട്ടോ, ഒന്ന് കാണണം. നല്ല സ്റ്റണ്ട് ഉണ്ട്. ആ, സ്റ്റാർട്ടായി. സ്റ്റാർട്ടായടാ. വാ. കല്യാണി, ചേട്ടാ. നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ പോവാ. എന്നാ കിടന്നോ. അതെ, ഇതുപോലത്തെ ഭംഗിയുള്ള പരിപാടി ഇനിയും വിളിക്കണോട്ടാ. അവന്റെ പോക്ക് കണ്ടില്ലേ, വല്ല മൈൻഡ് ഉണ്ടാന്ന് നോക്കി. ഗുഡ് നൈറ്റ് ഏട്ടാ. ആ, അതേടാ, നല്ല ഗുഡായിരുന്നല്ലേ ഈ രാത്രി. ഇഞ്ചോടിഞ്ച ഇടിന്ന് രക്ഷപ്പെട്ടത്. നിന്റെ ഒറ്റ കോള ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ വെറുതെ അല്ലടാ പഹയ നിന്നാരും മമ്മൂട്ടിന്ന് വിളിക്കാത്തത്. ഓ, ഇന്ദു ഉറങ്ങിയിട്ടുണ്ടാവോ ആവോ. ജന്തുവാ. ജന്തു നിന്റെ തന്ത. ഇതാണ് പുര നിറഞ്ഞു നിൽക്കണ പെണ്ണ്. ഹലോ, എന്താ പെട്ടെന്ന് പോയത്? ആ പാട്ട് എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കല്യാണിയുടെ ഏട്ടൻ അവിടെ എത്തി. അയ്യോ, എന്നിട്ടോ? വാൻ സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞു. ഏട്ടനെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പതിവില്ലാതെ എൻ്റെ മുറിയിൽ വന്നിരുന്നു, പക്ഷേ മറ്റൊന്നും ചോദിച്ചില്ല. കുഴപ്പമാവോ?
നാളെ മീനുവിനോട് ഏട്ടൻ്റെ ചോദ്യങ്ങളുണ്ടാവും. പേടിയുണ്ടോ കല്യാണിക്ക്? ഏയ് ഇല്ല. എന്തിനാ ഈ രാത്രി ഇവിടെ വരെ വന്നേ? കുറേ വിളിച്ചിട്ടും കല്യാണി ഫോൺ എടുത്തില്ല. ഫോൺ ബാഗിലായിരുന്നു. മീനു ആണെന്ന് തോന്നുന്നു ബാഗ് എടുത്ത് അലമാരയിൽ വെച്ചത്. കോൾ എടുക്കാതായപ്പോ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. എന്നിട്ട് കണ്ടോ? പിന്നെ കാണാതെ ഇനി എന്നാ കാണാ? കാണണമെന്ന് തോന്നുമ്പോ വിളിച്ചാ മതിയല്ലോ. എനിക്ക് ദേവനെ മാത്രമല്ല അമ്മയും സഹോദരിയും ഒക്കെ കാണണം. അതിന് ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വരും. ചെറിയ റിസ്ക് ഒക്കെ ധൈര്യമായിട്ട് എടുക്കാം. എങ്കിൽ റെഡി ആയിരുന്നോളൂ. ഈ മാസം അവസാനം നാട്ടിലെ ഉത്സവം. ഉം. എന്നാൽ കിടന്നോളൂ. ശരി, ഗുഡ് നൈറ്റ്.